നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ സാത്താനിക് പവേഴ്സ്, ഫോളൻ ഏഞ്ചൽസ് മനുഷ്യനെ എന്തൊക്കെയാണോ ബുദ്ധിമുട്ടിക്കുന്നത്, ആ ബുദ്ധിമുട്ടിക്കുന്ന ശക്തികൾ അത് എങ്ങനെയാണ് അതിനെ മനുഷ്യന് സഹായകരമാകുന്ന രീതിയിൽ ഹ്യൂമൻ ടെക്നോളജിയിലൂടെ മാറ്റുക എന്നുള്ളതാണ്. ഇന്നിപ്പം മനുഷ്യൻ പണ്ടത്തേക്കാൾ അധികം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ഭൂമിയുടെ ഭരണം എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് വേൾഡിലാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോ മാതാപിതാക്കളെ ആക്രമിക്കുന്ന മക്കൾ, എന്തിന് സ്വന്തം മാതാപിതാക്കളെ വരെ കൊല്ലുന്ന മക്കൾ, ചിലർക്കൊന്നും കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ, ഒരു കൺട്രോളുമില്ല. എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണമെന്നറിയില്ല. മതങ്ങൾക്കോ യുക്തിവാദങ്ങൾക്കോ അവിടെ പ്രസക്തിയില്ല. മതങ്ങളോ നിരീശ്വരവാദികളോ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ശക്തി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മാത്രമേ, ആ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും? ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേടെ ഓടിക്കൊണ്ടിരിക്കും. അവിടെയാണ് നിങ്ങൾ ഈ ഹ്യൂമൻ ടെക്നോളജി പൂർണ്ണമായും പഠിച്ചെടുത്ത് യാതൊന്നിൻ്റെയും സഹായമില്ലാതെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത്. തെറ്റായ മതങ്ങളുടെ പഠനമാണ് യുക്തിവാദിയെയും നിരീശ്വരവാദിയെയും സൃഷ്ടിക്കുന്നത്. എല്ലാ യുക്തിവാദികളും നിരീശ്വരവാദികളും എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നത് മനുഷ്യൻ എഴുതി വച്ച പുസ്തകങ്ങൾ എടുത്തു വച്ചിട്ടാണ്. അതാണ് അവരുടെ ആധാരം. മനുഷ്യൻ എഴുതി വച്ച പുസ്തകങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ലൂപ്പ് ഹോൾസ് ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള നിരീശ്വരവാദികൾക്ക് ഇന്ന് ഇതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. മനുഷ്യൻ എഴുതി വച്ച, ആരാണോ ദൈവീകമായ വെളിപാടുകൾ കൊണ്ടുവന്നത്, ആ കൊണ്ടുവന്നതിനെ മനുഷ്യൻ എഴുതി വച്ചതാക്കിയപ്പോൾ അതിലുണ്ടായിട്ടുള്ള പാകപ്പിഴവുകൾ സമ്മതിക്കേണ്ടി വരികയാണ്. പലപ്പോഴും ബോധപൂർവവും അല്ലാതെയും ഒളിഞ്ഞും തെളിഞ്ഞും പണ്ഡിതന്മാർക്ക് വരെ നിരീശ്വരവാദികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോവുകയാണ്. കാരണം അവർക്ക് തന്നെ അറിയാം ഇതിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ ദൈവികമായ വെളിപാടുകൾ ലോകാവസാനം വരെ നിലനിർത്തും. അത് പുസ്തകത്തിലൂടെയല്ല എന്ന് ആദ്യം മനുഷ്യൻ തിരിച്ചറിയണം. ലോകത്ത് ആരും പുസ്തകങ്ങളിലൂടെ ദൈവത്തെ അറിയാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കൂല എന്നുള്ളതിൽ നിന്നാണ് നിരീശ്വരവാദം ഉണ്ടാകുന്നത്. എല്ലാ യുക്തിവാദികളും നിരീശ്വരവാദികളല്ല. അവർക്ക് സത്യം എന്തെന്ന് അറിയാത്തത് കൊണ്ട് മാത്രം അവര് യുക്തിവാദത്തിന്റെ പുറകെ പോകുന്നതാണ്.
അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അവർക്കൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട്, മറ്റുള്ളവർ മണ്ടന്മാരായി ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് ചുമ്മാ പറഞ്ഞ് നിൽക്കുമ്പോൾ, ആളുകളെ പറ്റിച്ച് നിൽക്കുമ്പോൾ, യുക്തിവാദികൾ അതിന് മുതിരുന്നില്ല. അവർ കുറച്ചുകൂടി ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവരാ ഞങ്ങളും രാജാവ് തുണിയില്ലാതെ നടന്നപ്പോ ബുദ്ധിയുള്ളവരൊക്കെ തുണി കാണുമെന്ന് പറഞ്ഞപ്പോ ആ തുണി ഞങ്ങളൊക്കെ കാണണ്ട് എന്ന് പറഞ്ഞ ആളുകളുടെ അവസ്ഥയാണ് നോർമൽ വിശ്വാസികളുടേത്. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം. ഒരു നിരീശ്വരവാദി എന്നും ഒരു സാധാ വിശ്വാസി ഒരിക്കലും വിശ്വാസിയല്ല. അവൻ ആ ആൾക്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. എല്ലാവരും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. അതിൽ നിന്നും യഥാർത്ഥ ഹ്യൂമൻ ടെക്നോളജി പഠിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ, എന്തിനാണ് ഇവിടെ വന്നത്, അതെല്ലാവർക്കും ഉള്ള ചോദ്യമാണ്. അതാണ് നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും ആണിനും പെണ്ണിനും ഒക്കെയുള്ള ചോദ്യമാണ്. അതിന് ഒരു ഉത്തരം, അല്ലെങ്കിൽ യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഫീൽ ചെയ്യണ ആൾക്ക്, ഫീൽ ചെയ്യുന്നത് മാത്രം വിശ്വസിക്കും. പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവങ്ങളിലൂടെ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് യുക്തിവാദി. അതാണ് യുക്തി, അയാളുടെ യുക്തിയാണത്. അപ്പോൾ ആ ഒരു ടെക്നോളജി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരീശ്വരവാദത്തിൽ നിന്നും യുക്തിവാദിയും അല്ലാതെ അതൊരു അതൊരു ഒരു സൈഡാണ് നിരീശ്വരവാദവും യുക്തിവാദവും. മറുവശമാണ് മതവാദം. എൻ്റെ മതം മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ ദൈവം മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരിൽ മാത്രം പിടിച്ചു നിന്നുകൊണ്ട്, ആ പേര് മാത്രമാണ് അവരുടെ ശക്തി. അപ്പോൾ ഈ രണ്ട് ഇത് മാറ്റിവെച്ചുകൊണ്ട് ഋജുവായ പാതയിൽ, നേരായ പാതയിൽ പോകുന്നവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. എൻ്റെ രൂപം എന്താണ്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കി നടന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റൂല. അതുകൊണ്ട് ഈ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഓഞ്ഞ ചോദ്യം കൊണ്ടുവന്നിടരുത്. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ശക്തികൾ, ഭൂതപ്രേത പിശാചുക്കൾ, ഇല്ലെങ്കിൽ ജിന്നുകൾ, ഇല്ലെങ്കിൽ സാത്താനുകൾ, ഇല്ലെങ്കിൽ ഫോളൻ ഏഞ്ചൽസ്, അത് എന്ന് പറയുന്നത് ഒരു വൈബ്രേഷണൽ മേധാവിത്വമാണ് മനുഷ്യനുള്ള. അവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വൈബ്രേഷണൽ മേധാവിത്വം, അതായത് നിങ്ങളുടെ തലം ഉയർത്തുമ്പോൾ മാത്രമാണ് അവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുക. നിങ്ങളുടെ തലം എപ്പോഴും താഴെ സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും. നിങ്ങൾ ചാത്തൻ സേവയ്ക്കും മറുത സേവയ്ക്കും പ്രേത സേവയ്ക്കും ബ്രഹ്മരക്ഷസ സേവയ്ക്കും ഒക്കെ എല്ലാവരും, എല്ലാ മതക്കാരും ഓടേണ്ടി വരും. കന്നി മൂല നിങ്ങൾ നോക്കേണ്ടി വരും. ചൊവ്വ ദോഷം നിങ്ങൾ നോക്കേണ്ടി വരും. മുസ്ലിങ്ങളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും ഉണ്ട് ഇതൊക്കെ. ഇത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വേദത്തിനെ ഒഴിപ്പിക്കുന്നത്, ഭൂതത്തിനെ ഒഴിപ്പിക്കുന്നത്, ഇതെല്ലാം താൽക്കാലികമായ സംവിധാനങ്ങളാണ്. ആ താൽക്കാലികമായ സംവിധാനങ്ങളെ ആശ്രയിച്ച് വീണ്ടും 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 നിങ്ങൾ അതിനകത്തേട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്തുക എന്നുള്ളതാണ്. എല്ലാം എല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ ചെയ്യും. പല കാര്യങ്ങളും, ആ മൂല നോക്കല്, ഈ മൂല നോക്കല്, സമയം നോക്കല്, ഗുളികൻ കാലം, അങ്ങനെ ഓരോരോ എല്ലാം നിങ്ങൾ നോക്കേണ്ടി വരും. എല്ലാം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ലോ റേഞ്ചിലാണ്. ഒരു മൂലയില്ല, ഒരു മാങ്ങാത്തൊലിയില്ല.
എന്ത് നിങ്ങൾ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അത്തരത്തിലുള്ള ഫ്രീക്വൻസികളെ, അത്തരത്തിലുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസികളെ ക്ഷണിച്ചു വരുത്തി ഒരു ഗുണ്ടയെ തോൽപ്പിക്കാൻ മറ്റൊരു ഗുണ്ടയെ ഏൽപ്പിക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യരുത്. മനുഷ്യന് ഈ ഭൂമിയിൽ അവന് ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജപാത തന്നെ സൃഷ്ടിച്ച് ഈ ഭൂമി മുഴുവൻ എൻ്റേതാണെന്ന വിശ്വാസത്തോടു കൂടി ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ, ബാക്കിയുള്ളതെല്ലാം അവനെ കുമ്പിട്ട് നിൽക്കുന്ന ഒരു സംവിധാനം, അത് പലപ്പോഴായിട്ട് പല മതഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് ഒരിടത്തും വച്ചിട്ടില്ല എന്നുള്ളൂ. കാരണം ഓപ്പൺ ആയിട്ട് ഇതെല്ലാം മാറ്റിമറിച്ച് കളഞ്ഞു. മനുഷ്യനെ രക്ഷിക്കാൻ വന്ന സംവിധാനങ്ങളെയെല്ലാം, മനുഷ്യനെ മോചിപ്പിക്കാൻ വന്ന സംവിധാനങ്ങളെയെല്ലാം, എല്ലാത്തിനെയും മാറ്റിമറിച്ച് കളഞ്ഞു മനുഷ്യനെ അടിമയാക്കി വെക്കുന്നവർ. അത് അധികാരത്തിന് വേണ്ടിയാവാം, പണത്തിന് വേണ്ടിയാവാം, പല ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? മനുഷ്യൻ സത്യത്തിൽ ഒരു അടിമയാണ്. ആഗോള വൽക്കരണമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഒരു ഗ്ലോബാണ്, കയ്യിനുള്ളിലാണ് ഈ ലോകം. മൊബൈൽ എന്ന അത് നിങ്ങളെ അടിമയാക്കുന്ന ഒരു തന്ത്രമാണ്. മനുഷ്യനെ മുമ്പ് എങ്ങനെയായിരുന്നോ വലിയ വലിയ കമ്പനികൾ അടിമകളാക്കി വച്ചിരുന്നത്, അതേ സെയിം തന്ത്രമാണ് ഇന്ന്. ഇന്ന് നിങ്ങൾ എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ട എന്ന ഈ നെറ്റിലൂടെ, ഈ വലയിലൂടെ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഏത് ഡ്രസ്സ് വാങ്ങണം, എപ്പോൾ ഡ്രസ്സ് വാങ്ങണം, നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞ് തീരാറായോ എന്ന് വരെ നിങ്ങളുടെ മൊബൈലിന് അറിയാം. നിങ്ങളുടെ മൊബൈലിന് അറിയാം. നിങ്ങളുടെ വീട്ടിൽ പാത്രം വാങ്ങേണ്ടത് എപ്പോഴാണ്, ഡ്രസ്സ് വാങ്ങേണ്ടത് എപ്പോഴാണ്, ചെരുപ്പ് വാങ്ങേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങളുടെ മൊബൈലിന് അറിയാം. കൃത്യസമയത്ത് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ പരസ്യം വന്നുകൊണ്ടിരിക്കും. കൃത്യസമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പരസ്യം വന്നുകൊണ്ടിരിക്കും. അത്ര വൈഡാണ് ഈ നെറ്റ്, വല. ഒരു വലയ്ക്കുള്ളിലാണ് നിങ്ങൾ ശരിക്കും. എല്ലാവരും, നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചോ, 100% നിങ്ങളൊരു വലയ്ക്കുള്ളിലാണ്. നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്നതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ഓൺലൈൻ പർച്ചേസും, മൊബൈൽ ഇല്ലാത്ത ആളുകളിൽ ആ മൊബൈൽ നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുക്കളയിൽ കുക്കറിൻ്റെ ഒരു പിടി ഒടിഞ്ഞു പോയാൽ മൊബൈലിന് അറിയാം, പിടി ഒടിഞ്ഞു പോയി, ഇവനിപ്പോൾ ഒരു കുക്കർ ആവശ്യമാണ്. വളരെ തന്ത്രപരമായി മനുഷ്യന്റെ ടെക്നോളജിയിലൂടെ മനുഷ്യൻ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുകയാണ്. ആരാണോ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ വളരെ കൃത്യമായി. അപ്പൊ ചെറിയ ചെറിയ കച്ചവടക്കാർക്കൊക്കെ അവർ വെറും 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 അവശിഷ്ടങ്ങളാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു കോഴിക്കാലിന്റെ കഷ്ണോ ഒക്കെയാണ് കൊടുക്കുന്നത്. ശരിയും കച്ചവടക്കാരൊക്കെ പൂട്ടുന്ന സംവിധാനത്തിലാണ് അവരുള്ളത്. അവർ ഭീമൻ കുത്തകളുടെ കയ്യിലാണ് എല്ലാം. ബാക്കിയുള്ളതൊക്കെ ചെറിയ 70%, 60%, 70% ബിസിനസ്സും നടക്കുന്നത് ആ നെറ്റിലാണ്, ആ വലയിലാണ്. ബാക്കി ഒരു 30-40% ചുമ്മാ ഓഫ്ലൈനിൽ ഇട്ട് വിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ, അത് ഡയറക്റ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും ഇന്ന് ബിസിനസ് കുറഞ്ഞിട്ടുള്ളത്. അതിനി കൂടുതൽ കുറയും. അതൊരു വലിയ കമ്പനി, വലിയ ചില കമ്പനികളിലേക്ക്, മുമ്പ് എങ്ങനെയാണോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോകം മുഴുവൻ ഭരിച്ചത്, അതുപോലെ ഒരു അദൃശ്യമായ ഒരു ശക്തി ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കേണ്ട, നിങ്ങളുടെ മൊബൈലിലുണ്ട് അതിനുള്ള തെളിവൊക്കെ. നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്യേണ്ടെന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഉം. എല്ലാം, ഹോസ്പിറ്റലാകട്ടെ, എല്ലാം എല്ലാം വലിയ നെറ്റ്വർക്കിനുള്ളിലാണ്. ഒരു സമയങ്ങളിൽ ഏത് പകർച്ചവ്യാധി വരണം, ആ പകർച്ചവ്യാധിക്ക് ഏത് മെഡിസിൻ കൊടുക്കണം,
ഏത് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ മെഡിസിൻ കൊടുക്കുന്നത് എന്നതുവരെ പ്രിപ്പയർഡ് ആണ്. ഓൾ ഇൻഡസ്ട്രീസ്. ഈ നിമിഷത്തിൽ നിങ്ങളുടെ സാന്നിധ്യമല്ലാതെ വേറൊന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. ബാക്കിയെല്ലാം നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭൂതകാലമല്ല, നിങ്ങളുടെ മുറിവുകളല്ല, നിങ്ങളുടെ ഭയങ്ങളല്ല, നിങ്ങളെ നിരീക്ഷിക്കുന്ന ആ സത്യം എന്താണോ, ആ രക്ഷിതാവ് എന്താണോ, അതും കാണുന്ന അവബോധം മാത്രമേ ശുദ്ധമായിട്ടുള്ളൂ. ആ സ്പിരിറ്റുകളാലാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വലയിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുന്നത് നല്ല പ്രയാസകരമായ ഒരു പണിയാണ്. ആ വലയാണ് നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം നശിപ്പിക്കുന്നത്. ആ വലയാണ് നിങ്ങളുടെ മക്കളെ കാർന്നു തിന്നുന്നത്. ആ വലയാണ് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ഭയത്തിന് പ്രവേശിക്കാൻ കഴിയാത്ത ഒരിടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഭയത്തിന് പ്രവേശിക്കാൻ കഴിയാത്ത ഒരിടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അവിടെ ഭയത്തിന് പ്രവേശനം ഉണ്ടാവില്ല. ഭയപ്പെടുത്തിയാണ് ഈ സംവിധാനങ്ങളെല്ലാം കാലങ്ങളായി തുടരുന്നത്. അങ്ങനെയാണ്. പ്രലോഭിപ്പിച്ചും ഭയപ്പെടുത്തിയും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. അവരെ ഇറക്കി വിടുന്ന സംവിധാനങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. അവിടെയാണ് ഈ നിമിഷത്തിൽ നിങ്ങളുടെ സാന്നിധ്യമല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഈ ഈ ഭൂതഗണങ്ങൾ അല്ലെങ്കിൽ ഭൂതങ്ങൾ അല്ലെങ്കിൽ സ്പിരിറ്റുകൾ ഇതെന്താണ്, ഇതെങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫാളൻ ഏഞ്ചൽസ് ആയിക്കോട്ടെ, ഭൂതങ്ങളായിക്കോട്ടെ, ജിന്നുകളായിക്കോട്ടെ, എല്ലാം താഴെയുള്ള വൈബ്രേഷൻ ഫീൽഡുകളാണ്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഈ പ്രോഗ്രാമിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളൊരു എനർജി ഫീൽഡിലാണ് എന്ന് ഞാൻ പറയാം. എനർജി ഫ്രീക്വൻസിയിലാണ്, എനർജി ഫീൽഡിലാണ്. അതേസമയം ഈ സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു താഴെത്തട്ടിലുള്ള ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി, വൈബ്രേഷണൽ ഫീൽഡുകളാണ്. ചില സമയത്ത് ചിലര് ഒരു ഇല്യൂഷനായിട്ട് ചില രൂപങ്ങളെ ഇതൊക്കെ കാണാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവ ചിറകും കൊമ്പുമുള്ള ഒരു ജീവികളായിട്ട് നിങ്ങൾ ഒരിക്കലും വിലയിരുത്തരുത്. ഭയം, കോപം, വെറുപ്പ്, അത്യാഗ്രഹം, ആസക്തി, അസൂയ, എന്തെങ്കിലും ജീവിതത്തിൽ ഏൽപ്പിച്ചപ്പെട്ട മുറിവുകൾ, താഴ്ന്ന താഴ്ന്ന ആവർത്തിയിൽ, താഴ്ന്ന ആ ഒരു വൈബ്രേഷനിൽ കുടുങ്ങിക്കിടക്കുന്ന ജിന്ന്, ഭൂത, പ്രേത, പിശാചുക്കൾ, വ്യക്തത കിട്ടാത്ത മനുഷ്യാത്മാക്കൾ, വ്യക്തത കിട്ടാത്ത നിങ്ങളുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലുമുള്ള മനുഷ്യാത്മാക്കൾ, ഇമോഷണലുകളായിട്ടുള്ള നിഴലുകൾ, പൂർവികർക്കുണ്ടായിട്ടുള്ള മുറിവുകൾ, ഇതെല്ലാം കുറഞ്ഞ വൈബ്രേഷനിലുള്ള ഫീൽഡുകളാണ്. ഇതാണ് സൂക്ഷ്മശക്തികൾ, ഭൂതഗണങ്ങൾ, സ്പിരിറ്റുകൾ, ജിന്ന്.
ഇവ ഈ മനുഷ്യനിലേക്ക് ആ നെഗറ്റീവ് എനർജി, ഇനിയിപ്പം നിങ്ങൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി, ഉറക്കത്തിൽ പിടിച്ചു വെക്കുന്ന സ്ലീപ്പ് പാരാലൈസിസ് പോലെയുള്ള ഉറക്കത്തിൽ എന്തോ ബുദ്ധിമുട്ടുണ്ട്, അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. പിടിച്ചു വെക്കുന്ന പോലെ, നെഞ്ചത്ത് കയറിയിരിക്കുന്നത് പോലെ ശരീരത്തിൽ വരെ ഇത് പലർക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ശാരീരികപരമായ ബുദ്ധിമുട്ട് ശരീരത്തിൽ ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പൂർണ്ണമായ ഉറക്കത്തിലുമല്ല, പൂർണ്ണമായ ഉണർച്ചയിലുമല്ല, ആ സമയത്ത് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കല് ശാരീരികപരമായി തന്നെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. അബ്യൂസ് ചെയ്യുന്ന ജിന്ന് ഈ ഈ സംവിധാനങ്ങളുണ്ട്. ശരിക്കും മനുഷ്യനത് ഫീൽ ചെയ്യും, ശരിക്കും ഫീൽ ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റൂല തിരിച്ച്. ഇതൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വായ തുറന്ന് തുടങ്ങണമെന്നൊന്നുമല്ല. ഇത് എങ്ങനെയാണ് മനുഷ്യനിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ഭയത്തിലൂടെയാണ്. ഭയം, അതുകൊണ്ടാണ് ധൈര്യം ഉണ്ടാവണം. ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ധൈര്യം ഉണ്ടാവുകയാണ്. പിന്നെ കോപം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ദേഷ്യം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം. വെറുപ്പ്, ചില മനുഷ്യരോടും ചില ജീവികളോടും വെറുതെ വെറുപ്പ് തോന്നുക. വെറുപ്പ് അങ്ങോട്ട് തോന്നിയാൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പിന്നെ മിണ്ടലില്ല, ചോദ്യമില്ല, പറച്ചിലില്ല, അവനെ കൊന്നാ മതി എന്നുള്ള വെറുപ്പ്. അത്യാഗ്രഹം, ഒരിക്കലും കിട്ടില്ല എന്നറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹം. അതുപോലെ തന്നെ ആസക്തി, എല്ലാം എല്ലാം നിയന്ത്രിക്കണം, എല്ലാം വേണം. അസൂയ, ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ ഉണ്ടാകുന്ന ഈ ഒരു എനർജി ഫീൽഡിൽ മാത്രമേ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും, നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ചെറുപ്പം മുതൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കൊണ്ടുപോയി നടക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നടക്കുമ്പോൾ മാത്രമേ നിങ്ങളെ ഈ സൂക്ഷ്മ ശക്തികൾക്ക്, അല്ലെങ്കിൽ ഇത്തരം ജീവികൾ, ഇത്തരം ഒരു നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ചിന്താഗതികൾക്ക് നിങ്ങളെ ആക്രമിക്കാൻ പറ്റുള്ളൂ. ഈ താഴ്ന്ന വൈബ്രേഷനിൽ കുടുങ്ങിയ ഈ ജിന്നുകൾക്ക്, ഭൂതപ്രേത പിശാചുക്കൾക്ക് ഒരു മനുഷ്യ ശരീരം വേണം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ. ഈ മനുഷ്യ ശരീരത്തെ കിട്ടുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. വ്യക്തതയില്ലാത്ത ആത്മാക്കൾ, അതൊരു എനർജിയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനിയിപ്പം നിരീശ്വരവാദി വന്നാലും ശരി, യുക്തിവാദി വന്നാലും ശരി, ഹ്യൂമൻ എനർജി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ശരീരത്തിൽ നിന്ന് വിട്ടുപോയാലും ആ എനർജി ഒരിടത്തേട്ടും പോവില്ല. എനർജി കാൺ ബി ക്രിയേറ്റഡ്, കാൻ ബി ഡിസ്ട്രോയിഡ്. ഉള്ളത് എനർജി എനർജി തന്നെയാണ്. അത് മതപരമായി നോക്കിയാലും അത് എനർജി തന്നെയാണ്. മോക്ഷം നേടാതെ മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ പല ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ഭയത്തിലും കോപത്തിലും വെറുപ്പിലും അത്യാഗ്രഹത്തിലും അസൂയയിലും ആസക്തിയിലും ജീവിച്ച് മരിച്ചു പോകുന്ന ആ ഏതൊക്കെ മനുഷ്യനാണോ അങ്ങനെ മരിച്ചു പോകുന്നത്, അവരുടെ എല്ലാം കൂടെയുള്ളതും അല്ലാത്തതുമായ ആ സ്പിരിറ്റുകൾ, സൂക്ഷ്മ ശക്തികൾ, അത് അതേ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ആ എനർജി ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അതെല്ലാം ലോ വൈബ്രേഷൻ ഫീൽഡുകളാണ്. ലോ വൈബ്രേഷണൽ ഫീൽഡുകളാണ്. മനുഷ്യനെ പാരമ്പര്യമായി പോലും ബുദ്ധിമുട്ടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന യുക്തിവാദികൾ പറയണം, എന്തുകൊണ്ടാണ് ഒരു കാരണവും ഇല്ലാതെ ഒരേ കുടുംബത്തിൽ തന്നെ മാനസികപരമായി പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാകുന്നത്? അതെന്തുകൊണ്ട് നിങ്ങളുടെ ടെക്നോളജിക്ക് മാറ്റാൻ പറ്റുന്നില്ല? അത് നിങ്ങളുടെ ടെക്നോളജി ഹ്യൂമൻ ടെക്നോളജി അല്ല. നിങ്ങളുടെ ടെക്നോളജി, നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജി മനുഷ്യനിർമ്മിത ടെക്നോളജിയാണ്, ഹ്യൂമൻ മെയ്ഡ് ടെക്നോളജി. നമ്മൾ ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ ടെക്നോളജി ഹ്യൂമൻ മെയ്ഡ് അല്ല. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല. ഹ്യൂമൻ മെയ്ഡ് ടെക്നോളജി കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പരിഹരിച്ച് കാട്ടണം. ഓക്കെ, മഴയില്ല, മഴ പെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആകാശത്തിൽ ക്ലൗഡ് ഫീഡിംഗ് നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമായി നടക്കില്ല. മഴ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുത്തി കാണിക്കാൻ പറ്റുമോ?
ഹ്യൂമൻ മെയ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ഇത്രയും കാലം നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത എന്തുകൊണ്ടാണ്? സോ ഹ്യൂമൻ മെയ്ഡ് ടെക്നോളജിക്ക് അപ്പുറത്ത് ഹ്യൂമൻ മെയ്ഡ് അല്ലാത്ത ഒരു ടെക്നോളജിയാണ് ലോകക്രമത്തെ നയിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഉള്ളിലാണ് ആസക്തിയും പ്രതികാര ചിന്തയും ഒക്കെ ഉള്ളത്. നിങ്ങളുടെ ഉള്ളിലാണ്, ഇതിൽ ചിലരല്ല. നിങ്ങൾ ആരാണോ ഇത് ടൈപ്പ് ചെയ്തിടുന്നത് അവരുടെ ഉള്ളിലാണുള്ളത് ആസക്തിയും. അത് മറ്റൊരിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുവാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് ഭയങ്കര പ്രതികാര ചിന്തയാണ്, ഭയങ്കര ആസക്തിയാണ് നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രശ്നമുള്ളത് നിങ്ങൾക്കാണ്. അതാണ് ഹ്യൂമൻ ടെക്നോളജി. മറ്റേത് ഹ്യൂമൻ മെയ്ഡ് ടെക്നോളജി. മറ്റേ ആൾക്കാണ് എന്ന് തോന്നുന്നത് ഹ്യൂമൻ മെയ്ഡ് ടെക്നോളജി. ഫാമിലിയിൽ ബാധിക്കും, പാരമ്പര്യമായി ബാധിക്കും ഇത്തരം പ്രശ്നങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ തലം മാറ്റാത്തിടത്തോളം കാലം നിങ്ങളെ മരണപ്പെട്ട മനുഷ്യാത്മാക്കൾ, വ്യക്തതയില്ലാതെ നടക്കുന്ന മനുഷ്യാത്മാക്കൾ, എന്താണ് ഞാനെന്ന് മനസ്സിലാവാതെ വ്യക്തതയില്ലാതെ നടക്കുന്ന മനുഷ്യാത്മാക്കൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതൊരു എനർജി ഫ്രീക്വൻസിയാണ്, ഒരു എനർജി വൈബ്രേഷനാണ്. ആ പാരമ്പര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഷയാത്തീനുകളും നഫ്സുകളും അദൃശ്യമായതിന്റെ മന്ത്രങ്ങളാണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണം. ഉം. ക്രിസ്ത്യാനിസത്തിൽ ഭൂതങ്ങൾ ഭയത്തെ ഭക്ഷിക്കുകയും സ്നേഹത്തിൽ നശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില സത്യങ്ങൾ നിങ്ങൾ തപ്പിപ്പോയാൽ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. വേദികർ അല്ലെങ്കിൽ വൈദികർ, വേദത്തെ അടിസ്ഥാനമാക്കി പറയുന്നവർ അസുരന്മാർ ഉള്ളിലും ചുറ്റുപാടുമുള്ള താഴ്ന്ന ആവർത്തികളാണ്, ഫ്രീക്വൻസികളാണ് എന്ന് വളരെ കൃത്യമായി വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലും ചുറ്റുപാടിലുമുള്ള താഴ്ന്ന ഫ്രീക്വൻസിയാണ്, താഴ്ന്ന ആവർത്തികളാണ്. ഭയം തന്നെയാണ് അവരുടെ ഭക്ഷണം. നിങ്ങൾക്ക് ഭയമുണ്ടോ, അവര് നിങ്ങളെ എല്ലാ രീതിയിലും ആക്രമിക്കും. ഭയമുണ്ടോ, എല്ലാ രീതിയിലും ആക്രമിക്കും. എത്ര വലിയ കൊടി കൊത്തിയ ദൈവമാണ് എന്ന് പറഞ്ഞു വരുന്നവൻ പോലും അവന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഭയമില്ല എന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഭൂതഗണങ്ങൾ അല്ലെങ്കിൽ പ്രേതങ്ങൾ രാക്ഷസന്മാരാണ്, മുമ്പിലേട്ട് ഇങ്ങോട്ട് വരും എന്ന് നിങ്ങൾ അങ്ങനെ പൂർണ്ണമായും, അതൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. ഒരു നിരീശ്വരവാദിക്കും ഒരു യുക്തിവാദിക്കും അതിനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റൂല. അവർക്ക് പറയാന്ന് മാത്രമേ ഉള്ളൂ, തടഞ്ഞു നിർത്താൻ പറ്റില്ല അതിനെ. അത് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അനുഭവിക്കുന്നവർക്കല്ലേ അതിന്റെ കാര്യം അറിയാവുള്ളൂ. ഇതിനകത്തൊരു വൈബ്രേഷണൽ ഹൈറാർക്കി ഉണ്ട്. അതിന്റെ സീക്രട്ട് നിങ്ങൾ പഠിക്കണം. വൈബ്രേഷണൽ ഹൈറാർക്കി. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് എൻ്റെ ശരീരത്തിലിട്ട് നിങ്ങൾ കയറിയിട്ടുണ്ട്, ഞാനിപ്പോ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തന്നേക്കാം. ഉണ്ട്. ഇത് പറയാൻ വരുന്നവർ സെലക്ടഡ് പീപ്പിൾസ് ആണ്. പക്ഷേ ആ സെലക്ഷനെയും തെറ്റിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവരെയും സ്വാധീനിക്കാൻ ഈ സ്പിരിറ്റ് ലെവലിന് കഴിയും. അവിടെയാണ് നിങ്ങൾ നിഗൂഢമായ ഈ രഹസ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞത്. വലിയ വലിയ ട്രെയിനർമാര്, വലിയ വലിയ ആൾ ദൈവങ്ങളാന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഇതിൽ നിന്ന് ഈ രഹസ്യം പഠിക്കാം. നമ്മളൊന്നും ഒളിച്ചു വെച്ച് പറയുന്നില്ല. ഓക്കെ, അവരും പഠിക്കട്ടെ, അവരും ചേഞ്ച് ആകട്ടെ, ലോകത്തിന് നന്മ ചെയ്യട്ടെ. അല്ലേ? എല്ലാവരും ലോകത്തിന് നന്മ ചെയ്യട്ടെ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് നിങ്ങൾ ആ സീറ്റിൽ ഇരുന്നോ, നിങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് തരാം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്.
നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ വിഷയങ്ങളിൽ നിരവധി സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൃത്യമായ കാര്യകാരണ സഹിതമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വൈബ്രേഷണൽ ഹൈറാർക്കിയുടെ സീക്രട്ട്, രഹസ്യം നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പേടി ഉണ്ടാവില്ല. ഈ വൈബ്രേഷനുകൾക്ക് ഒരു ശ്രേണിയുണ്ട്, ഒരു ശ്രേണി. അതില് നല്ല വൈബ്രേഷനുകൾ എന്ന് പറയുന്നത് കുറച്ച് പവർഫുൾ ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി കൂടിയതാണ്. എന്നാൽ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വൈബ്രേഷനുകൾ അവ താഴ്ന്നതാണ്. ഇവയ്ക്ക് രണ്ടിനും ഒരേ തലത്തിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു വശത്ത് നിങ്ങൾക്ക് ധൈര്യം എന്ന് പറയുന്ന ആ ഒരു ഫ്രീക്വൻസി ലെവല് നിങ്ങൾ ആത്മീയപരമായി ഉയർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഭയത്തിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അതാണ് സത്യം. ധൈര്യം എന്ന് പറയുന്നത് ഭയത്തിന് തുല്യമല്ല. ധൈര്യം എന്ന് പറയുന്നത് ഇരുട്ട്, ഭയം ഒരു വിപരീത ശക്തിയായിട്ട് നിങ്ങൾ കാണരുത്. ഒരു യുദ്ധം ചെയ്യുന്ന ശക്തിയായിട്ട് കാണരുത്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുക. ഭയം വരുമ്പോ എന്താ ചെയ്യുക? ധൈര്യമുണ്ട്, ധൈര്യമുണ്ട് എന്നങ്ങ് നടിക്കും. എന്നിട്ട് അതിനോട് യുദ്ധം ചെയ്യും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ഭയം എന്ന് പറയുന്നത് ഒരു 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 യുദ്ധം ചെയ്യേണ്ട ഒരു വിപരീത ശക്തിയല്ല. അത് ധൈര്യം എന്ന സാന്നിധ്യത്തിന്റെ അഭാവം മാത്രമാണ് എന്ന് തിരിച്ചറിയണം. ധൈര്യം എന്ന സാന്നിധ്യത്തിന്റെ അഭാവം മാത്രമാണ്. ധൈര്യം, വെളിച്ചം വന്നാൽ ഇരുട്ടില്ലാതായി പോകുന്നത് പോലെ ധൈര്യം വന്നു കഴിഞ്ഞാൽ ഇത് തനിയെ ഇല്ലാതായി പോവുകയാണ്. തനിയെ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുകയാണ്. ഒരു ഇരുട്ടുള്ള മുറിയിൽ പോയിട്ട് നിങ്ങൾ ഒരു മെഴുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുട്ട് അതിനോട് പോരാടുന്നില്ല. ആ വെളിച്ചത്തിൽ അത് അലിഞ്ഞില്ലാതാവുകയാണ്. അങ്ങനെയാണ്. ഒരു ഇരുട്ടിലേട്ട് ഒരു വെളിച്ചം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗത്തിൽ വൈബ്രേറ്റ് ആകുന്നു. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴ്ന്ന ഗതിയിലുള്ള ഒരു വൈബ്രേഷനാണ്. കോപം, കോപം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കനത്ത വൈബ്രേഷനാണ്. കുറ്റബോധം, കുറ്റബോധം, ജീവിതത്തിൽ ഞാൻ തെറ്റുകൾ ചെയ്തു പോയി എന്ന കുറ്റബോധം, അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് തെറ്റ് ഒരു ശരി, കുറ്റബോധം. കുറ്റബോധം എന്ന് പറഞ്ഞത് ഒരു ഒട്ടിപ്പിടിക്കുന്ന വൈബ്രേഷനാണ്. എങ്ങനെ? ഒട്ടിപ്പിടിക്കുന്ന, അറ്റാച്ച് ആകുന്ന വൈബ്രേഷനാണ് കുറ്റബോധം. ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ള അത്, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല മനുഷ്യന്. ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഒരു കുറ്റവും ഇല്ല, ഇവിടെ തെറ്റും ഇല്ല. ഓക്കെ. ഭയം മന്ദഗതിയുള്ള വൈബ്രേഷൻ, കോപം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വൈബ്രേഷൻ, കുറ്റബോധം എന്ന് പറയുന്ന വെറുപ്പ്, വെറുപ്പ്, അതായത് ആരോ നമ്മോട് എപ്പോഴോ ചെയ്ത ഒരു കാര്യത്തിന് നമ്മൾ അതിങ്ങനെ മനസ്സിൽ കൊണ്ടുപോയി നടക്കുകയാണ്. എന്നെ എന്നാലും അങ്ങനെ ദ്രോഹിച്ചല്ലോ, എന്നെ ചെറുപ്പത്തിൽ അങ്ങനെ ഉപയോഗിച്ചല്ലോ, എന്നെ അവൻ ഉപദ്രവിച്ചല്ലോ, അല്ലെങ്കിൽ അവൾ എന്നെ ഉപദ്രവിച്ചല്ലോ. അതിങ്ങനെ അത് അത് കത്തുന്ന വൈബ്രേഷനാണ്. കത്തുവാണത്, തീയാണത്, തീയാണത്, തീയാണത്. അഹംഭാവം, ഈഗോ, എല്ലാത്തിനെയും എല്ലാത്തിനെയും ബുദ്ധിമുട്ടിക്കുന്ന വൈബ്രേഷനാണ്. എല്ലാത്തിനെയും ബുദ്ധിമുട്ടിക്കുന്ന വൈബ്രേഷൻ. അതേ സമയത്ത് നിങ്ങൾ അതിന് ഓപ്പോസിറ്റായി നിങ്ങൾ സ്നേഹം, എല്ലാത്തിനെയും സ്നേഹിക്കുക, ഉയർന്ന ആവർത്തി, കൃതജ്ഞത, ചുമ്മാ കൃതജ്ഞതയല്ല. ഐ ആം, താങ്ക് യു, സോറി, ഐ ലവ് യു, അങ്ങനെ പറഞ്ഞതല്ല, അങ്ങനെ പറഞ്ഞതല്ല. ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും കൃതജ്ഞത, ഓരോ ശ്വാസത്തിലും സ്നേഹം. അത് പ്രകാശം നിറഞ്ഞ ഫ്രീക്വൻസിയാണ്, ഉയർന്ന ഫ്രീക്വൻസിയാണ്. അവബോധം, അവബോധം, ഞാനൊരു ചൈതന്യമാണ്, ഞാൻ ദൈവീകമായ ഒരു ചൈതന്യമാണ്, ഞാൻ എടുത്തു ചാടി പ്രവർത്തിക്കേണ്ടവനോ പ്രവർത്തിക്കേണ്ടവളോ അല്ല. ഞാൻ നിരീക്ഷണത്തിലൂടെ നിരീക്ഷിച്ചതിന് ശേഷം പ്രവർത്തിക്കേണ്ട ആളാണ്. ഞാൻ ദൈവീകമാണ് എന്ന അവബോധം ശുദ്ധമായ ഫ്രീക്വൻസിയാണ്. ശുദ്ധമായ ഫ്രീക്വൻസി. സ്നേഹം അഥവാ സ്മരണ, എല്ലാത്തിനോടും സ്നേഹം, കൃതജ്ഞത,
ഓരോ ശ്വാസത്തിലും ആ കൃതജ്ഞത, അവബോധം, ഞാൻ ദൈവീകമാണെന്ന അവബോധം. ഞാൻ നിയന്ത്രിക്കേണ്ടവനല്ല. ദൈവം ഫ്രീ വില്ലാണ് നൽകിയിട്ടുള്ളത്. ഞാനും എല്ലാവർക്കും ഫ്രീ വില്ലാണ് നൽകുന്നത്. സറണ്ടർ, സറണ്ടർ ദിവ്യമായ ഫ്രീക്വൻസിയാണ്. സറണ്ടർ ദിവ്യമായ ഫ്രീക്വൻസി, ദിവ്യമായ ഫ്രീക്വൻസി, കംപ്ലീറ്റ് സറണ്ടർ. ഞാൻ എല്ലാമാണ്, അതോടൊപ്പം ഞാൻ ഒന്നുമല്ല. അറ്റാച്ച്മെന്റിലുള്ള ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സറണ്ടർ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ മക്കളെയാണ് എന്നുണ്ടെങ്കിൽ ആ മക്കളോട് നിങ്ങൾ അറ്റാച്ച്മെന്റിനോടൊപ്പം തന്നെ ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവണം. മക്കളാണ് ദൈവം എന്ന് വിചാരിക്കരുത്. മക്കളാണ് എല്ലാം എന്ന് വിചാരിക്കരുത്. ഒന്നും തിരിച്ചു കിട്ടൂല. ഒന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു. മക്കളെ എന്നെ വയസ്സാകുമ്പോഴും നോക്കണ്ട. ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർ വലിയ ജോലി വാങ്ങണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന ഡിറ്റാച്ച്മെന്റ് പോലെ തന്നെയാണ് സറണ്ടർ. എന്ന ഡിറ്റാച്ച്മെന്റ് പോലെ തന്നെയാണ് സറണ്ടർ. അത് ദിവ്യമായ ഫ്രീക്വൻസിയാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം എനിക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ ഇതിനപ്പുറത്ത് ഞാൻ വേറൊന്നിനെ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന, മഴയെ പെയ്യിക്കുന്ന, വെയിലിനെ കൊണ്ടുവരുന്ന, ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനെ നിയന്ത്രിക്കുന്ന ആ ശക്തിയെ നമ്മൾ സറണ്ടർ ചെയ്യുന്നു. നമുക്ക് എന്നാൽ നിരീശ്വരവാദിയും യുക്തിവാദിയും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് കാണിക്കണം. അവർക്ക് നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിയില്ല. ആ നിയന്ത്രിക്കാൻ കഴിയാത്ത ആ ശക്തിയിൽ നമ്മൾ സറണ്ടർ ചെയ്യുന്നു. അവസാനത്തതാണ് സാന്നിധ്യം, പ്രസൻസ്. ആ പ്രസൻസ് ആണ് എന്നിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ആ പ്രസൻസ് ആണ് കോസ്മിക് ആയ ഫ്രീക്വൻസി. കോസ്മിക് ഫ്രീക്വൻസി, യു ആർ ഫീലിംഗ് ഇറ്റ്. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഈ സൂക്ഷ്മ ശക്തികളെ അകറ്റി നിർത്താൻ പറ്റുള്ളൂ. ഇത് സീക്രട്ടാണ് ഇതിന്റെ. ഇതാണ് ഇതിന്റെ രഹസ്യം. വേറെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിനെ മാറ്റി നിർത്താൻ പറ്റൂല. സ്നേഹമെന്ന ഉയർന്ന ഫ്രീക്വൻസിയിലൂടെ നന്ദി, എന്ത് ചെയ്താലും ഈ കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക്, ഈ മിറാക്കിളുകൾക്ക് നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ പറ്റാ, നിങ്ങൾ അനുഭവിക്കുന്ന മനസമാധാനത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്ന സത്യം. അതാണ് നന്ദി. അതാണ് നന്ദി. നിങ്ങൾ അനുഭവിക്കുന്ന, ഇത്രയും കാലം നിങ്ങൾ ദുരിതത്തിലായിരുന്നു, ഇപ്പോൾ അനുഭവിക്കുന്ന കൃതജ്ഞ ആ മനസമാധാനത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല എന്നതാണ് നന്ദി. അതോടൊപ്പം നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവികം, ഡിവൈൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ ആം എ ബിസിനസ് മാൻ, ഐ ആം എ ഫാമിലി മാൻ, ബട്ട് ഐ ആം എ ഡിവൈൻ മാൻ. നമ്മൾ ഡിവൈൻ മാനാണ്, നമ്മൾ ഡിവൈൻ ആണ്, നമ്മൾ നിരീക്ഷിക്കുന്നവരാണ് എന്നുള്ള ബോധം, അവബോധം, ദൈവീകത നിങ്ങളിലുണ്ട് എന്ന അവബോധം, അതാണ് കംപ്ലീറ്റ് ശുദ്ധമായ ഫ്രീക്വൻസി. അതോടൊപ്പം നിങ്ങൾ ദിവ്യമായ ഫ്രീക്വൻസിയുടെ പവർ നേടുന്നതാണ് സറണ്ടർ. സറണ്ടർ, കംപ്ലീറ്റ് സറണ്ടർ. ഭൂമി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഭൂമി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരും പാവപ്പെട്ടവരല്ല. പക്ഷെ നിങ്ങൾ സറണ്ടർ ആകുമ്പോൾ മാത്രം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോടാനുകോടി തടസ്സങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ മുഖത്തെ മറയ്ക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ശരീരത്തെ മറയ്ക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. കംപ്ലീറ്റ് സറണ്ടർ ആയ ഒരു മനുഷ്യന് ഈ തടസ്സങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് സറണ്ടർ ആയ ഒരു മനുഷ്യന് ഈ തടസ്സങ്ങളൊന്നുമില്ല. അവസാനത്തത് സാന്നിധ്യമാണ്. സാന്നിധ്യം, കോസ്മിക് ഫ്രീക്വൻസി, അതാണ് ഇവിടെ തരുന്നത്. സാന്നിധ്യമാണ് നിങ്ങൾക്ക് തരുന്നത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സ്നേഹം, കൃതജ്ഞത, അവബോധം, സറണ്ടർ എല്ലാം നിങ്ങൾ ഉണ്ടായി. സാന്നിധ്യം മാത്രം ഇവിടെ നിന്ന് തരും.
ആ ഒരു തലം, നിങ്ങൾ ഉയർത്തുന്ന നിങ്ങളുടെ ആ ഒരു സ്റ്റേജ് മാത്രമേ ഭൂമിയിൽ ആധിപത്യം വഹിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അത് വിഴുങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ എപ്പോൾ ജലമായി മാറുന്നുവോ, ആ ജലം തീയെ ഭയപ്പെടുന്നില്ല, തീ ഇരുട്ടിനെ ഭയപ്പെടുന്നില്ല, വെളിച്ചം നിഴലുകളെ ഭയപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ആ വൈബ്രേഷണൽ ഫ്രീക്വൻസി നിങ്ങൾ ഉയർത്തുന്നത്, ഉയർന്ന വൈബ്രേഷൻ എപ്പോഴും താഴ്ന്ന വൈബ്രേഷനെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ സയൻസ്. ഹ്യൂമൻ മെയ്ഡ് ടെക്നോളജിയുടെ സയൻസ് അല്ല ഇത്. ഇത് യഥാർത്ഥ ഹ്യൂമൻ ടെക്നോളജിയുടെ സയൻസ് ആണ്. ഉയർന്ന വൈബ്രേഷൻ, ഉയർന്ന തലം എപ്പോഴും താഴ്ന്ന വൈബ്രേഷനെ ഭരിച്ചുകൊണ്ടിരിക്കും. സോ യു ആർ ഇൻ എ കിങ് വേ. നിങ്ങൾ രാജപാതയിലാണ്, റോയൽ വേയിലാണ്. ആ റോയൽ വേയിൽ നിങ്ങൾ വരണം, അല്ലെങ്കിൽ രാജപാതയിൽ നിങ്ങൾ വരണം. നിങ്ങൾ ശക്തി നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലം ഇവിടെ ഇരുന്ന് സാന്നിധ്യത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരണം. സാന്നിധ്യത്തിലൂടെയും സമർപ്പണത്തിലൂടെയും സ്നേഹത്തിലൂടെയും കൃതജ്ഞതയിലൂടെയും അവബോധത്തിലൂടെയും നിങ്ങൾ നിങ്ങളുടെ തലം ഉയർത്തിക്കൊണ്ടുവരണം. ആ ഉയർന്ന തലത്തിൽ താഴ്ന്ന വൈബ്രേഷനെ നിങ്ങൾക്ക് ഭരിക്കാം. ലോകത്തുള്ള സകല ശക്തികളും നിങ്ങളുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്. ഇതാണ് താഴ്ന്ന ശക്തികൾ നമ്മളെ കാണുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് SM വരുമ്പോൾ അവരിങ്ങനെ ഇതാവുന്നത്. അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അറിയുന്നോണ്ടാണ്. നിങ്ങൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ റോയൽ വേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് രാജപാത. ഈ രാജപാത പഠിക്കുമ്പോൾ ഫ്രീ ആയി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഭക്തിപാതയും കർമ്മപാതയും. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണരുന്ന ഭക്തി എന്ന് പറയുന്നത് ഫ്രീ ആയി വരുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, കർമ്മപാതയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ഫ്രീ ആയി കിട്ടുന്നതാണ്. ആക്ച്വലി യു ആർ സ്റ്റഡിങ് ഹ്യൂമൻ ടെക്നോളജി. ഇറ്റ്സ് എ റോയൽ വേ. റോയൽ വേ. ആ രാജപാതയിൽ നിൽക്കുന്ന ഒരു രാജാവിന് താഴെയുള്ള ഒന്നിനെയും ഭയം ഉണ്ടാവില്ല. ജീവൻ പോയാലും ശരി, രാജാവിന് ഭയം ഉണ്ടാവില്ല. ജീവൻ പോവാണി പോട്ടറ പുല്ല് എന്ന് പറഞ്ഞായിരിക്കും ഒരു രാജാവ് നിൽക്കുക. എന്നാൽ മാത്രമേ ആ രാജാവിന്റെ കീഴിൽ മുഴുവൻ സൈന്യവും സൈന്യാധിപന്മാരും മന്ത്രിമാരും ഒക്കെ നിൽക്കുള്ളൂ. സോ ആ സമയത്ത് അയാൾ ഉയർന്ന വൈബ്രേഷനിലാണ്. ആ ഉയർന്ന വൈബ്രേഷൻ നിൽക്കുമ്പോൾ താഴ്ന്ന വൈബ്രേഷനെ എല്ലാം ഭരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ജീവിതം. ആണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ കീഴിലാണ് എല്ലാം. നിങ്ങൾ സറണ്ടർ ആകുമ്പോൾ മാത്രം. കാരണം നിങ്ങളുടെ കൂടെ അത്ര ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ പഠിച്ച് നിങ്ങൾ പഴയ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഴയത് എഴുതി വെച്ചേക്കണെന്നാണെങ്കിലും ചിലതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊരു രാജാവിനും ഒരു രാജഗുരു കാണും, അല്ലേ? എന്തുകൊണ്ടാണ് അയാൾ രാജഗുരുവിനെ കൂടെ കൊണ്ടുപോയിരുന്നത്? ഏതൊരു രാജാവിനും ഒരു രാജഗുരു കാണും. എന്തിനാണ്? കംപ്ലീറ്റ് സറണ്ടറും ആ സാന്നിധ്യവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോസ്മിക് പ്രസൻസിന് വേണ്ടിയിട്ടാണ്. ദിവ്യമായ ഫ്രീക്വൻസി അന്ന് നിലനിർത്തിയാൽ മാത്രമേ ആ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു ലെവലിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ വാക്കുകളിലൂടെയല്ല, ഇവിടെ എനർജിയിലൂടെയാണ് നിങ്ങളിലെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾ ഫീൽ ചെയ്യുകയാണ്. ഇവിടെ വരുമ്പോൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ഭയമുള്ളവർ സുരക്ഷിതരാണ് എന്ന് തോന്നുവാണ് നിങ്ങൾക്ക്. ഞാൻ സുരക്ഷിതനാണ് ഇവിടെ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. 100% നിങ്ങൾ ഇവിടെ കുറെ ദിവസം വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയം മാറി നിങ്ങൾ ഒരു കിങ് ആയി മാറുകയാണ്, അല്ലെങ്കിൽ ഒരു ക്യൂനായി മാറുകയാണ്.
അവിടെ ഭയം പോയി. നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് തോന്നുകയാണ്. നിങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ തുറന്നു കാട്ടപ്പെടുകയാണ് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ കൂടെയുള്ള ഇരുണ്ട ഊർജങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എനർജികൾ കത്തിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പല എനർജീസും ഇവിടെ വന്ന് നിങ്ങൾ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളൊക്കെ ഒന്ന് കറക്കും. ചിലപ്പോൾ നിങ്ങളൊന്ന് കറക്കും, ഒന്ന് ബുദ്ധിമുട്ടിക്കും, ഒന്ന് വിഷമിപ്പിക്കും, ഉള്ളിലൊരു ആദ്യമൊക്കെ ഉണ്ടാക്കും. പക്ഷെ അവസാനം അത് കീഴടങ്ങും. അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകും. നിങ്ങളെ വിട്ടു പോകേണ്ടത് നിങ്ങളെ വിട്ടു പോകും, അല്ലാത്തത് നിങ്ങൾക്ക് കീഴടങ്ങും. നിങ്ങൾക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യും. നിങ്ങളാകുന്ന രാജാവിനും നിങ്ങളാകുന്ന റാണിക്കും വേണ്ടി അവ വർക്ക് ചെയ്യും. അതാണ് എൻ്റെ മുമ്പിലുള്ള എന്താണ് നിങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് എസ് പ്രത്യേകത. ഇതെനിക്കറിയാം, ഈ ടെക്നിക്ക് എനിക്കറിയാന്ന്. ഈ ടെക്നിക്ക് എനിക്കറിയാം, അതാണ് എൻ്റെ പ്രത്യേകത. എനിക്ക് വേറെ പ്രത്യേകതയൊന്നുമില്ല. ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നതുകൊണ്ടല്ല, എൻ്റെ സാന്നിധ്യം മതി. ഞാൻ നിങ്ങളുടെ കൂടെയുള്ള ഒരു ശക്തികളോടും യുദ്ധം ചെയ്യുന്നില്ല. എൻ്റെ സാന്നിധ്യം മതി. എന്തിനാ യുദ്ധം ചെയ്യണത്? ഒരാളെ കണ്ടാൽ തന്നെ ഭയപ്പെടുമെന്നുണ്ടെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ ഭയം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ യുദ്ധം ചെയ്യണം? ഉം? ഒരാവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ അത്തരം എനർജി ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ചിലർക്ക് ദേഷ്യം വരും. ഇപ്പൊ ഇവൻ വന്നേക്കണു എന്നെ എന്നെ അങ്ങനെ വന്നവരാണ് വന്ന് വെല്ലുവിളിക്കണത്. ചിലർക്ക് ഭയം വരും, ചിലർക്ക് ഭയങ്കര ദേഷ്യം, കോപമായിരിക്കും വരിക. അവരാണ് വന്ന് വെല്ലുവിളിക്കണത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവരും അടങ്ങി വരും. ഇതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കും ഇങ്ങനെ ആവാം. ഈ ടെക്നോളജിയുടെ രഹസ്യം എന്ന് പറയുന്നത് ഈഗോ ഇല്ലടോ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എനിക്ക് ഈഗോ ഉണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. എനിക്ക് ഈഗോ ഇല്ല. ആ ഈഗോ ഇല്ലാത്തതാണ് എൻ്റെ രഹസ്യം. ഞാൻ ആരെയും വിധിക്കുന്നില്ല. അഹം, ഭയം, കാമം, കോപം, ആഗ്രഹം, ബലഹീനത, ഇതൊന്നും എനിക്കില്ല. ഇതൊന്നും എനിക്കില്ലാന്ന്. അഹമില്ല, ഭയമില്ല, കാമമില്ല, കോപമില്ല, ആഗ്രഹങ്ങളില്ല, നിയന്ത്രിക്കണമെന്നില്ല, ബലഹീനത എനിക്കില്ല. നല്ല ധൈര്യമുണ്ട്. ഒരു ബലഹീനതയില്ല. ബലഹീനതയുള്ളത് കൊണ്ടല്ല മറ്റതൊന്നും ഇല്ലാത്തത് എനിക്ക്. നല്ല ആരോഗ്യവും നല്ല ധൈര്യവും നല്ല ശാരീരിക ശേഷിയുള്ളപ്പോൾ തന്നെ എനിക്ക് മറ്റതൊന്നുമില്ല. അതാണ് ഇതിന്റെ രഹസ്യം. അഹം എന്നാൽ ഞാനെന്ന ഭാവം. ഈഗോ. അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്രീക്വൻസികളുമായി ഞാൻ പ്രതിധ്വനിക്കുന്നില്ല. പ്രതിധ്വനിക്കാത്തതിനാൽ അവ എൻ്റെ മുന്നിൽ കുമ്പിടുന്നു. ഇത്തരം ഫ്രീക്വൻസികളുമായി ഞാൻ വൈബ്രേഷനിലല്ല. എന്നിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് അത്തരം ഒരു വൈബ്രേഷൻ കിട്ടില്ല. ആ വൈബ്രേഷൻ കിട്ടാത്തത് കൊണ്ട്, വൈബ്രേഷൻ കിട്ടിയാൽ മാത്രമാണ് അവരിങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുള്ളൂ. ആ വൈബ്രേഷൻ കിട്ടാത്ത സമയത്ത് അവ കുമ്പിടും. അടുത്തത് ശുദ്ധമായ അവബോധമാണ്. അവബോധമുള്ള ഒരാളെ സ്വാധീനിക്കാൻ കഴിയില്ല. സൂക്ഷ്മശക്തികൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. ഒരു മന്ത്രങ്ങൾക്കും ഒരു മന്ത്രിപ്പിനും ഒരു വിധത്തിലുള്ള ഒരു കെണിപണിക്കും വേരൂന്നാൻ അവിടെ ചാൻസ് ഇല്ല. ഒരു കൃത്രിമത്വത്തിനും നിലനിൽക്കാൻ പോലും കഴിയില്ല. അവബോധം എന്ന് പറയുന്നത് തീ പോലെയാണ്. വ്യാജമായതെന്തും തൽക്ഷണം കത്തിപ്പോവും. നിൽക്കാൻ കഴിയൂലെന്ന്. 1000 പേരുടെ മുമ്പിലൊക്കെ എന്തായാലും ഈ പ്രോഗ്രാമിൽ ഒരു ദിവസം 1000-1000-ലധികം ആളുകൾ കയറുന്നുണ്ട്.
നിൽക്കാൻ പോലും കഴിയില്ല അവരുടെ മുമ്പിൽ. അവബോധമില്ല എന്നുണ്ടെങ്കിൽ അത് ചുമ്മാ കളിയല്ലല്ലോ കളിക്കണത്. നിങ്ങളോട് എന്തെങ്കിലും ഹീലിംഗ് ചെയ്യാനോ തെറാപ്പി ചെയ്യാനൊന്നും പറഞ്ഞിട്ട് അതെല്ലാം മേടിച്ച് കെട്ടി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമല്ല ചെയ്യണത്. ഏഹ്. അതെല്ലാം മേടിച്ച് കെട്ടി നശിച്ച് നാറാണക്കല്ല് പിടിച്ച് പോവുകയല്ല ചെയ്യണത്. ഇവിടെ കത്തി നിൽക്കുക, അവിടെ പ്രകാശിച്ച് നിൽക്കുവാന്ന്. അത് ചുമ്മാ കളിയല്ല അത്. അതാണ് അവബോധം. അതാണ് അവബോധം. അത് നിങ്ങൾക്കും ഉണ്ടാക്കാന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഉള്ളിലൊരു പ്രകാശമുണ്ട്. അത് താഴ്ന്ന വൈബ്രേഷനുകളെ കത്തിക്കും. ഞാൻ വഹിക്കുന്നത് പ്രകാശമാണ്, പ്രാണനാണ്, പ്രാണയാണ്, പരിശുദ്ധാത്മാവാണ്, ശക്തിയാണ്, ദിവ്യപ്രകാശമാണ്. അത് വഹിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റത് കത്തിപ്പോവും. ഇത് ജനിച്ചപ്പോ ഉണ്ടായതല്ല, ഇത് ഉണ്ടാക്കിയെടുത്തതാണ്. ജനിച്ചപ്പോ ഉണ്ടായിരുന്നു അത്, പക്ഷേ അറിയില്ലായിരുന്നു. ഞാൻ ഏതോ ഞാൻ എൻ്റെ മാതാവിൻ്റെയും എൻ്റെ പിതാവിൻ്റെയും മകനായി ജനിച്ചുകൊണ്ട് അവരെനിക്ക് അവരൊരു പേരിട്ടു. നിങ്ങൾക്കും ഇട്ടതുപോലെ അത് പഠിച്ചു വളർന്നു, നിങ്ങൾ വളർന്നതുപോലെ. പക്ഷേ ഒരു വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഞാനിത് അന്വേഷിക്കുമായിരുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയത് ഞാൻ ചെറുപ്പം തൊട്ടേ അന്വേഷിക്കുക. താഴ്ന്ന എനർജികൾക്ക് അടുത്ത് നിൽക്കാൻ പോലും കഴിയില്ല. ഒന്നുമില്ലെങ്കിൽ അവർ കുമ്പിടും, ഇല്ലെങ്കിൽ ഓടിപ്പോവും, ഇല്ലെങ്കിൽ അലിഞ്ഞു ചേരും. ഉം. എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. ഞാനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ചീവ് ചെയ്യണം. ക്ഷമയോടുകൂടി ഇരുന്ന് അച്ചീവ് ചെയ്യണം. ക്ഷമയോടുകൂടി ഇരുന്ന് അച്ചീവ് ചെയ്യണം. അതങ്ങനെ ചുമ്മാ കിട്ടില്ല. നല്ല ക്ഷമ വേണം. നമുക്ക് തോന്നും അവ കുമ്പിടണം, ഇല്ലെങ്കിൽ ഓടിപ്പോണം, ഇല്ലെങ്കിൽ അലിഞ്ഞു ചേരണം. അലിഞ്ഞു ചേർന്ന് അവ ചോദിക്കണം, ഞാൻ ഇന്ന ആൾക്ക് എന്താണ് ചെയ്യേണ്ടത്. അവ പറയണം, ഫൈസലിനെ സഹായിക്കുക, അവനിപ്പോ വിഷമത്തിലാണ്, നീ പോയി സഹായിക്കുക എന്ന് പറഞ്ഞാൽ പോയി സഹായിക്കണം. പോയി സഹായിക്കണം. ആ ആ ഒരു ലെവലിലേക്ക് വരണം. ഉണർന്നിരിക്കുന്ന ഓരോ ചൈതന്യത്തിനും പ്രകാശത്തിന്റെ ഒരു മണ്ഡലമുണ്ട്, ഒരു ഫീൽഡ് ഉണ്ട്, ഒരു എനർജി ഫീൽഡ് ഉണ്ട്, ഒരു ശക്തമായ കവചമുണ്ട്. ഞാൻ 3 ദിവസം മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഷീൽഡ് ഉണ്ട്. താഴ്ന്ന ശക്തികളെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മന്ത്രവാദങ്ങളും കൂടോത്രവും സിഹിറും എക്സോസിസം എല്ലാം എന്താണേലും നിങ്ങൾ അതിനെ ഉപദ്രവിക്കുവാണ്. അങ്ങനെ ഉപദ്രവിച്ചാൽ അവർ കൂടുതൽ ശക്തരാവുകയുള്ളൂ. ചിലപ്പോൾ കുറച്ചൊന്ന് തളർന്നിരിക്കുമായിരിക്കും, അത് കഴിയുമ്പോൾ കൂടുതൽ ശക്തിയായിട്ട് വരും. നിങ്ങൾ ചെയ്യുന്ന സകല പ്രവർത്തികളും, നിങ്ങൾ ശകുനം നോക്കല്, നിങ്ങൾ സമയം നോക്കല്, നിങ്ങൾ ആരെങ്കിലും ഒഴിപ്പിക്കുന്ന ആളുടെ അടുത്ത് പോകുന്നത്, എല്ലാം അവരെ ഉപദ്രവിക്കുന്ന പണിയാണ്. അവർ ചിലപ്പോൾ ഒന്ന് അടങ്ങുമായിരിക്കും, അത് കഴിഞ്ഞ് പൂർവാധികം ശക്തിയായി തിരിച്ചു വരും. അതുകൊണ്ടാണ് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്, അവരെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്. നിങ്ങൾ ഉണർന്നിരിക്കുന്ന ഓരോ ആത്മാവിനും ഒരു മണ്ഡലമുണ്ട്. ഒരു മണ്ഡലമുണ്ട്, ഒരു തലമുണ്ട്, ഒരു മണ്ഡലമുണ്ട്. എന്താണ് നിങ്ങളുടെ ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ശക്തികളാണ് എനിക്കുള്ളത്. 7 ശക്തികളാണ് എനിക്കുള്ളത്. ആ ശക്തി നിങ്ങൾക്ക് ആർക്കും പ്രാപ്തമാക്കാൻ പറ്റും. ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് സാന്നിധ്യമാണ്. ഏറ്റവും ശക്തമായ കവചമാണത്. ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായി അതിനെക്കുറിച്ച് വിശദീകരിച്ചു. നിങ്ങളുടെ ചുറ്റും ഒരു ഷീൽഡ്. എത്ര വലിയ ആയുധങ്ങൾക്കോ, എത്ര വലിയ നെഗറ്റീവ് ശക്തികൾക്കോ
നിങ്ങളെ ആക്രമിക്കാൻ പറ്റാത്ത ഒരു ഷീൽഡ്, അത് ശുദ്ധമായ അവബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരു ലോ ഫ്രീക്വൻസിക്കും ആ ഷീൽഡ് കവർന്നു വരാൻ പറ്റൂല. ശക്തമായ കവചകുണ്ടലങ്ങൾ. രണ്ടാമത്തത് പൂർണ്ണ നിഷ്പക്ഷത. പൂർണ്ണ നിഷ്പക്ഷത. നിങ്ങൾ പ്രതികരിക്കാത്തപ്പോൾ നിങ്ങൾക്ക് ആ ശക്തികളെ, സൂക്ഷ്മ ശക്തികളെ പോഷിപ്പിക്കാൻ കഴിയില്ല, പരിപോഷിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക. നിഷ്പക്ഷത. എന്ത് ഓതിയാലും അവരിടങ്ങേറാവുള്ളൂ, അവർ പോവില്ല. എന്ത് ഓതിയാലും, നിങ്ങൾ എന്തെല്ലാം മന്ത്രങ്ങൾ ഉച്ചരിച്ചാലും, ഏത് ഭാഷയിലുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചാലും, ഏത് ഭാഷയിലുള്ള ഗ്രന്ഥം ഓതിയാലും, ചിലപ്പോൾ അവരും കൂടെ ഓതും. നല്ല അറബി അറിയാവുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല സംസ്കൃതം അറിയാവുന്നതാണെങ്കിൽ അത് പറയും കൂടെ എന്ന്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. അതെ, നല്ല സുറിയാനിയൊക്കെ പറഞ്ഞു കളയും ചിലപ്പോൾ, ഹീബ്രു ഭാഷയൊക്കെ സംസാരിച്ചു കളയും. നിങ്ങൾ അതൊക്കെ വിട്ടുകളാ. നിങ്ങൾക്ക് എന്താവാം എന്നുള്ളത് നോക്ക്. ഉം. അപ്പോ ഒന്നാമത്തത് സാന്നിധ്യം, രണ്ടാമത്തത് നിഷ്പക്ഷത. നിങ്ങൾ പ്രതികരിക്കാത്തപ്പോൾ നിങ്ങൾ ആ ഊർജ്ജത്തിൽ, ഒരു ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് വീട്ടിൽ, ഒരു വഴക്കുണ്ടാവുകയാണ്, നിങ്ങൾ പ്രതികരിക്കാതെ വളരെ അനുതാപത്തോടും അനുകമ്പയോടും സ്നേഹത്തോടും കൂടി നിങ്ങൾ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്താൽ, നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ ഊർജ്ജത്തെ പോഷിപ്പിക്കുന്നില്ല. ഇപ്പൊ ഒരാൾ ചാടി നിങ്ങളുടെ അടുത്ത് പ്രതികരിക്കുകയാണ്. ഇപ്പൊ ഇച്ചിരി മുമ്പ് നമ്മുടെ ഷംസു പറഞ്ഞു, ചില ആൾക്കാരുണ്ട് ഭയങ്കര അത്യാഗ്രഹവും കോപവും ഒക്കെ ഉള്ളതെന്ന്. ആ കോപം ഒരു സാധനം ഓതിയിട്ടും ഓതാൻ പറ്റില്ല എന്ന്. അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിച്ചു തരാം എന്നാന്നുള്ളത്. ഒരു സാധനവും പറ്റൂല. ദൈവം ഉള്ളപ്പോൾ പിന്നെ എന്തിനാ ഓതണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രം ചൊല്ലണത്? ദൈവത്തിനേക്കാൾ വലുതാണ് നിങ്ങളുടെ മന്ത്രം. എന്ത് മണ്ടത്തരമാണോ ഇപ്പോഴും വിശ്വസിച്ച് വെച്ചേക്കണത്? ഇത്രയും കാലമായിട്ടും പഠിച്ചില്ലേ? ഛേ, ഇപ്പോഴും അതിൽ കടിച്ചു തൂങ്ങി കിടക്കുക. അതെന്നാന്ന് പറഞ്ഞാണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ ആപ്പീസ് കൂട്ടും. അതുകൊണ്ട് ഞാൻ പറയാനുള്ള. ഓക്കെ, അത് തന്നെ വരും. ഓപ്പൺ ആവും എല്ലാവർക്കും, അന്നേരം മനസ്സിലാവും. ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. രണ്ടാമത്തത് നിഷ്പക്ഷതയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ, ഇപ്പൊ ഷംസു പറഞ്ഞില്ലേ, ചില ആളുകളുണ്ട് ഇവിടെ ഭയങ്കര അഹങ്കാരവും കോപവും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെന്ന്. ആ കോപം അഹങ്കാരം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കരുത്. നിങ്ങൾ ദൈവീകമായി അതിനെ കാണണം. അപ്പോൾ ആ ഊർജത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല. ഇരച്ചിങ് പറഞ്ഞത് പതുക്കെ തണുത്തങ്ങ് പോകും. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഇത് പറഞ്ഞത്. പരീക്ഷിച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. നിങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെയല്ലേ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ അപ്പൊ അതിന് ഭക്ഷണം കൊടുക്കുന്ന പോലെയാണ്. അത് കൂടുതൽ സ്ട്രോങ് ആയിട്ടിങ്ങ് വരും. കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരും. മൂന്നാമത്തത് അനുകമ്പയാണ്. അനുകമ്പ ഏറ്റവും ശക്തമായ ടൂൾ. എല്ലാ എല്ലാ ഇത്തരം വൈബ്രേഷനുകളെ, എല്ലാ സൂക്ഷ്മ ശക്തികളെയും നിരായുധരാക്കി കളയും. സ്ട്രോങ് വജ്രായുധം. ഒറ്റയടിക്ക് അവർ ഭയങ്കര ആയുധങ്ങൾ കൊണ്ടായിരിക്കും വന്നത് നിങ്ങളെ ആക്രമിക്കാൻ. ഈ സൂക്ഷ്മ ശക്തികൾ ഭയങ്കര ചിന്തകൾ കൊണ്ടും അതുകൊണ്ടും ഇതുകൊണ്ട്. അനുകമ്പ. റോഡിൽ കാണുന്ന തെരുവ് നായയോടുള്ള അനുകമ്പ, സകല ജീവജാലങ്ങളോടുമുള്ള അനുകമ്പ.
ഏറ്റവും ശക്തമായ ആയുധമാണ്. എല്ലാത്തിനോടും റോട്ടിൽ കിടക്കുന്ന പാവങ്ങളോടുള്ള അനുകമ്പ, സ്വന്തം മക്കളോടുള്ള അനുകമ്പ, മാതാപിതാക്കളോടുള്ള അനുകമ്പ, ജ്യേഷ്ഠാനുജന്മാരോടുള്ള അനുകമ്പ, സുഹൃത്തുക്കളോടുള്ള അനുകമ്പ, കംപ്ലീറ്റ് അവരുടെ എല്ലാ ആയുധങ്ങളെ ഏറ്റവും ഏറ്റവും ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ എന്താണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും അനുകമ്പ. നാലാമത്തത് ക്ലാരിറ്റി. ക്ലാരിറ്റി ഇല്ലാത്തതാണ് നിങ്ങൾ ചുവന്നുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ കൊണ്ടുവന്ന് നടക്കുന്ന ഒരു സാധനത്തിനും ക്ലാരിറ്റി ഇല്ല. അർത്ഥം പോലും നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്താണ് നിങ്ങൾ പിന്തുടരുന്നത് എന്ന് പലർക്കും അറിയില്ല. അർത്ഥം പോലും അറിയില്ല. ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യത്തെ നിങ്ങൾ പിന്തുടരരുത്. എന്താണേലും ശരി, നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടോ, 1% ഉള്ളോ, ആ 1%നെ നിങ്ങൾ പിന്തുടരുക. 1% ക്ലാരിറ്റി ഉള്ളോ, ഇവിടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ 1% നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 1% കിട്ടിയിട്ടുണ്ടാവില്ല. ആ കിട്ടിയതിനെ മാത്രം നിങ്ങൾ പിന്തുടരുക. ബാക്കിയെല്ലാം വിട്ടേക്ക്. ക്ലാരിറ്റി ഇല്ലാത്തത് എന്തിനു നിങ്ങൾ ചുവന്നുകൊണ്ട് കിടക്കും? സത്യം, ഞാൻ ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലാരിറ്റിയും നഷ്ടപ്പെടും. ഒരു 3000-4000 വർഷം മുമ്പ് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിൽ കത്തി വച്ചിട്ടുണ്ട്. 2000 വർഷത്തിന് ശേഷം പിന്നെ ആ ആ മഹാനായ യേശുവിന്റെ പോവലിന് ശേഷം വീണ്ടും കത്തി വച്ചിട്ടുണ്ട്. 1500 വർഷം മുമ്പ് പോയതിന് ശേഷം ഒരു 20 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കത്തി വെച്ചിട്ടുണ്ട്. 20-30 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ കത്തി വയ്ക്കാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പലതും അബ്ബാസിദ് ഭരണകൂടം ഉണ്ടാക്കിയതാണ്. അമവിയ ഭരണകൂടം ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ? ഇതിനെല്ലാം തെളിവുണ്ട്. ഇതിനെല്ലാം തെളിവുണ്ട്. അതാണ് ഇവിടെയുള്ള സകല നിരീശ്വരവാദികളും യുക്തിവാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സകല നിരീശ്വരവാദികളും യുക്തിവാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. യൂട്യൂബ് മുഴുവനുണ്ട്, ഫേസ്ബുക്ക് മുഴുവനുണ്ട്, ഗൂഗിള് മുഴുവനുണ്ട്. നിങ്ങൾക്കൊരു 1% ക്ലാരിറ്റി എങ്കിലും ഉള്ളത് നിങ്ങളുടെ നിങ്ങളുടെ രക്ഷിതാവിലാണ്. വേറെ ഒന്നിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ആ ക്ലാരിറ്റി ഉള്ളതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഒരു 1% നിങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ളൂ. ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് ആ 1% ആയിട്ടുള്ള നിങ്ങളുടെ രക്ഷിതാവിൽ മാത്രമാണ്. വേറെ ഒന്നിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. വേറെ ഒരു സാധനത്തിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ എന്തെടുത്തോണ്ട് വന്നാലും ഞാൻ അതിനെ പൊളിച്ചു കളയും. 100% അതിനെ പൊളിക്കാൻ പറ്റും. 100% നിങ്ങൾ നിങ്ങൾ എത്ര വലിയ ഗ്രന്ഥം എടുത്തോണ്ട് വന്നാലും അതിനെ പൊളിക്കാൻ പറ്റും. അതിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം പറഞ്ഞിട്ടുണ്ടോ? നീതിമാനായ രക്ഷിതാവ് ഒരിക്കലും സ്ത്രീകൾക്കെതിരെ ഒരു ചെറിയ അക്രമം പോലും പറയൂല. പുരുഷന് മേൽക്കോയ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീതിമാനായ രക്ഷിതാവ് ഒരാൾക്കും മേൽക്കോയ്മ പറയൂല. നിങ്ങൾ ഏത് ഗ്രന്ഥവും കൊണ്ടുവരെ അതിലെല്ലാം പുരുഷ മേൽക്കോയ്മ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാവും. അത് എഴുതിയവന്മാര് പുരുഷന്മാരായതുകൊണ്ട്, അല്ലെങ്കിൽ ഗോത്രവംശജരായതുകൊണ്ട്. വെറും ഗോത്രക്കാരെഴുതിയതാ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അല്ലാതെ ശ്രീകൃഷ്ണനും ശ്രീരാമനും മോശയും യേശുവും മുഹമ്മദ് നബി ഒന്നും പറഞ്ഞതല്ല. അതുകൊണ്ടാണ് അവരെയും വിമർശിക്കാൻ പറ്റുന്നത്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും മോശയെയും യേശുവിനെയും മുഹമ്മദ് നബിയെയും എന്തുകൊണ്ട് ഒരാൾക്ക് വിമർശിക്കാൻ പറ്റുന്നു? കാരണം അവര് പറഞ്ഞതല്ല എഴുതി വെച്ചേക്കണത്. അവരുടെ ജീവിതം പോലും അല്ല എഴുതി വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെ അതെടുത്ത് ധൈര്യമായിട്ട് ആർക്കും വിമർശിക്കാം. കള്ളത്തരെടുത്തിട്ട് ആരെ വേണമെങ്കിലും വിമർശിക്കാലോ. സത്യത്തിൽ അവരെന്തായിരുന്നു എന്നറിയില്ല. സത്യത്തിൽ എന്തായിരുന്നു അവരെന്ന് അറിയില്ല. ഒട്ടും അറിയില്ല. എഴുതി വെച്ചത് വായിച്ചിട്ടാണ് വിമർശിക്കുന്നത് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവരെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെയുള്ള കുറെ എന്തൊക്കെയോ സത്യമാണ്, സഹിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന സാധനം വെച്ചിട്ടാണ്. വ്യക്തത. ആ ഒരു 1% ക്ലാരിറ്റി നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നേഴുകൾക്കും നിങ്ങളുടെ മുന്നിൽ ഒളിക്കാൻ കഴിയൂല. ഒളിച്ചിരുന്ന് നിങ്ങൾക്കിട്ട് പണിയാൻ പറ്റൂല. വർഷങ്ങൾക്ക് മുമ്പേ മൂടി വെച്ചേക്കാണ്. കുറെ കത്തിച്ചും കളഞ്ഞു എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. കുറെ കത്തിച്ചു കളഞ്ഞു.
കുറെ കത്തിച്ചു കളഞ്ഞൂന്ന്. എന്തിന്? നിങ്ങളുടെ ഭാര്യയെ അടിക്കണമെന്നുണ്ട്, പിന്നെ അതിൽ കൂടുതൽ എന്നാ? യഥാർത്ഥ സംസാരം നിങ്ങൾ കേട്ടിട്ടില്ല. യഥാർത്ഥ സംസാരം നിങ്ങൾ കേട്ടിട്ടില്ല. സംസാരമൊക്കെയാണ്, രക്ഷിതാവിന്റെ സംസാരമാണ്, നിങ്ങൾ കേട്ടിട്ടില്ല. യഥാർത്ഥ സംസാരം കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ആദ്യം അറിയണം. അപ്പൊ തന്നെ കേൾക്കാൻ പറ്റും. ഇതൊക്കെ അത് ഈ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. കത്തിച്ചടോ, നിങ്ങൾ അന്വേഷിച്ചു നോക്ക്, കത്തിച്ചിട്ടുണ്ട്. എല്ലായിടത്തും കൂട്ടി കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി. ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി അറിയണം. എന്താണെന്ന് അറിയാവുന്നത് നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രമാണ്. നിങ്ങൾക്ക് ആ 1% നിങ്ങൾ മനസ്സിലാക്കിയാൽ, അതിൽ നിങ്ങൾ വ്യക്തത വരുത്തിയാൽ, ഒരു സൂക്ഷ്മ ശക്തികൾക്കും ഒരു പിശാചുക്കൾക്കും ഒരു ജിന്നുകൾക്കും ഒളിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാവും. നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാവും. നിർഭയത്വം അവരെ തളർത്തും. ഭയം അവർക്ക് ഊർജം നൽകും. നിങ്ങൾ പേടിച്ച് നരകത്തിൽ പോവോ, സ്വർഗത്തിൽ പോവോ, നരകത്തിൽ പോവോ, ഷേ അറിയാതെ എൻ്റെ ഇവിടെ ഒന്ന് വെളിവായിപ്പോയി, ഷേ വെള്ളം ഇവിടെ ചേർന്നില്ല, ഷേ മൂത്രമൊഴിച്ച് കഴി ശരിയായില്ല, അങ്ങനെ 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 നിങ്ങൾ പേടിച്ച് 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 അവർക്ക് ഊർജം നൽകിക്കൊണ്ടിരിക്കും. മറുവശത്തുള്ള ഒരു പെർസെൻ്റുള്ള നിങ്ങളുടെ രക്ഷിതാവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല. ക്ലാരിറ്റി ഉണ്ടാവില്ല. ക്ലാരിറ്റി, ക്ലാരിറ്റി, ദിവ്യശക്തിയാൽ ക്ലാരിറ്റി നിങ്ങളെ വിന്യസിക്കും. ഒരു ഇരുണ്ട ശക്തിക്കും ആ 1% ഉള്ള ക്ലാരിറ്റിയിൽ അധികാരത്തിനെതിരെ നിൽക്കാനേ കഴിയില്ല. നിൽക്കാനേ കഴിയില്ല. ഓക്കെ. അപ്പോ വ്യക്തത, വ്യക്തത. അത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് നിർഭയത്വമാണ്. നിർഭയത്വം, നിർഭയത്വം, നിർഭയത്വം. നിർഭയത്വം ഉണ്ടാകണം. വ്യക്തത കഴിഞ്ഞാൽ നിർഭയത്വം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു നിർഭയത്വമുണ്ട്. നിർഭയത്വം അവരെ തളർത്തും. ഭയം അവർക്ക് ഊർജം നൽകും. അടുത്തതുണ്ടത് പൂർണ്ണ സമർപ്പണമാണ്. പൂർണ്ണ സമർപ്പണം. സറണ്ടർ ഇല്ലാതെ ഒരു കളിയില്ല. നിങ്ങൾ സറണ്ടർ ചെയ്താൽ നിങ്ങൾ ദിവ്യശക്തിയായി മാറും. നിങ്ങൾ ദിവ്യശക്തിയായി മാറും. നിങ്ങൾ ദിവ്യശക്തിയായി മാറും. ഒരു ഇരുണ്ട ശക്തിക്കും ആ ദിവ്യമായ ശക്തിക്കെതിരെ നിൽക്കാൻ കഴിയില്ല. നിൽക്കാൻ കഴിയൂലെന്ന്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ധൈര്യമായിട്ട് പറഞ്ഞ, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല. ഇതിനെ എതിർത്തുകൊണ്ടൊന്നും നിൽക്കാൻ കഴിയൂല എന്ന്. നിൽക്കാൻ കഴിയൂല. അടുത്തതാണ് യൂണിയൻ. യൂണിയൻ, യൂണിയൻ. റീയൂണിയൻ അല്ല, യൂണിയൻ. ഈ ഒരു തുള്ളി സമുദ്രത്തിലായിട്ട് ലയിക്കുക ഭയങ്കര ടഫാണ് കേട്ടോ. ഭയങ്കര ടഫാണ്. ലാസ്റ്റ് വൺ ഭയങ്കര ടഫാണ്. എല്ലാം ആ രക്ഷിതാവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് യൂണിയൻ. ഏകത്വം. ചുമ്മാ ഏകത്വം ഏകത്വം എന്ന് പറഞ്ഞാൽ പോരാ. ഏകത്വം എന്നാൽ നീയും നിന്റെ രക്ഷിതാവും ലയിക്കുന്നതാണ്. വെരി ടഫ്, വെരി ടഫ്, വെരി ടഫ്. പറ്റില്ല. ഭയങ്കര ടഫാണ്. ഒന്നും നിയന്ത്രിക്കാൻ പാടില്ല. അതെങ്ങനെ വരട്ടെ, ഇതിങ്ങനെ വരട്ടെ എന്ന് നിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ലയിക്കാൻ പറ്റൂല. പക്ഷെ അതല്ല നല്ലത്, ഇതാണ് നല്ലത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് ലയിക്കാൻ പറ്റൂല. പറ്റൂല. നീ അതെല്ലാം എടുത്ത് തോട്ടിക്കളയണം.
എല്ലായിടത്തും പുഴയിൽ ഒഴുക്കണം. പറ്റുമെന്ന് പറഞ്ഞ പലർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പറ്റുമെന്ന് പറയരുത്. ഞാൻ തന്നെ പറയല്ലേ പറ്റൂല എന്ന്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് പറ്റും. ഇത് നിങ്ങൾക്ക് പറ്റൂല, എനിക്ക് ഞാൻ കൂടുതൽ കൂടുതൽ ശ്രമിക്കണം എന്ന് ഉള്ളില് ഉണ്ടാവണം. കൂടുതൽ കൂടുതൽ ശ്രമിക്കണം എന്നുള്ളത് ഉണ്ടാവണം. സാന്നിധ്യം, നിഷ്പക്ഷത, അനുകമ്പ, വ്യക്തത, നിർഭയത്വം, സറണ്ടർ, ഏകത്വം. വെരി ടഫ്, വെരി ടഫ്. ഈ സൂക്ഷ്മ ശക്തികൾ അവിടെ വരും. അവിടെയാണ് ഏറ്റവും കൂടുതൽ അക്രമം ഉണ്ടാവുക. നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് ഇരിക്കാൻ പറ്റാതെ വരിക. ഒന്നും ഞാൻ നിയന്ത്രിക്കണം, അത് ശരിയല്ല, ഈ പോണതൊന്നും ശരിയല്ല, ഇത് ശരിയല്ല എന്ന് തോന്നുക. പക്ഷെ ആ ഏകത്വം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കാര്യം മനസ്സിലാവും. ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാവും. പിന്നെ ലോകത്തൊന്നിനും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാവും. ഇതാരുടെയും കുത്തകയല്ല. ഇതിന്റെ ഇതിന്റെ 100-1 പഠിച്ചിട്ടാണ് ആൾ ദൈവങ്ങൾ വന്നിരിക്കുന്നത്. ഇതിന്റെ 100-1 നിങ്ങൾ അതിനേക്കാൾ വലിപ്പത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇതിന്റെ 100-1 പഠിച്ചിട്ടാണ്, 100-1 ഏതെങ്കിലും തെരുവിലുള്ള ഏതെങ്കിലും പാവപ്പെട്ട ഫക്കീർമാരുടെ അടുത്തുനിന്നോ സന്യാസിമാരുടെ അടുത്തുനിന്നോ, അവർ നിഷ്കളങ്കരാണ്. പാവപ്പെട്ട നിഷ്കളങ്കരായ ഫക്കീർമാര്, സന്യാസിമാര്, ക്രിസ്ത്യൻ മിസ്റ്റിക്കുകൾ, അവരൊക്കെ വെറും പാവങ്ങളാണ്. പോട്ടെ, ഇവൻ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് ഇവൻ എന്തെങ്കിലും ഒരു എർത്ത് കൊടുക്കും. ഈ എർത്തും വച്ചുകൊണ്ടാണ് ആൾ ദൈവങ്ങൾ വന്നത്. വെറും എർത്ത് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാവില്ല. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കട്ടെ. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കട്ടെ.